ഇല്ല. സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ അപകടം എത്രയാണ്? ഒന്നാമത് ഞാൻ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. രണ്ടാമത്തെ അപകടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബിദ്അത്തിൻ ദലാല. ഓരോ ഖുതുബയിലും അവിടുന്ന് താക്കീത് ചെയ്യുന്ന വാചകമാണത്. സകല ബിദ്അത്തുകളും വഴികേടാണ് എന്നാണ്. ബിദ്അത്തുകൾ ഒന്നും തന്നെ സഹോദരങ്ങളെ ഹുദയല്ല, സന്മാർഗമല്ല, മറിച്ച് അത് ദുർമാർഗമാണ്, വഴികേടാണ്, പിഴവിന്റെ മാർഗമാണ്, ബാത്തിലാണ് ബിദ്അത്തുകൾ മുഴുവനും. അത് ഹുദയല്ല, ദലാലത്താണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ആ ദലാലത്തെല്ലാം അത് നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. വൽഇയാദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ് ബിദ്അത്തിന്റെ അപകടം എന്നത്. മാത്രവുമല്ല, ബിദ്അത്തിന്റെ അപകടത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്ത മറ്റൊരു വാചകം നോക്കൂ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിലില്ലാത്ത കാര്യങ്ങൾ, പുതുതായ വല്ല കാര്യവും ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ, പുതുതായി ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞതായി കാണാം, മൻ അമില അമലൻ. നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താ ഉള്ളത്? ബിദ്അത്ത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ എന്നാണ്. ഉണ്ടാക്കിയ വ്യക്തി മാത്രമല്ല, ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ബിദ്അത്ത് പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച പുത്തൻ കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരുടെ അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനയില്ലാത്ത, ദീനിന്റെ കൽപ്പനയില്ലാത്ത പ്രവർത്തനമാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുകയാണ്. മാത്രവുമല്ല സഹോദരങ്ങളെ, ബിദ്അത്തുകൾ എന്നത് ഷഹാദത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് താല്പര്യപ്പെടുന്ന കാര്യം എന്താണ്? ആരാധനകൾക്ക് അർഹനായി, സകല ഇബാദത്തുകൾക്കും അർഹതപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ താല്പര്യങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ ശറഅാക്കിയ, മതനിയമമാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ താല്പര്യം. സഹോദരങ്ങളെ നോക്കൂ, ഈ താല്പര്യത്തിന് വ്യക്തമായും എതിരാണ് ബിദ്അത്തുകൾ, സകല ബിദ്അത്തുകളും.